രാമ 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 രാമ. കർക്കിടകമൊന്ന് കഴിഞ്ഞോട്ടെ, കാണാം നമുക്ക് കളി. 5 ഭാഗ്യശാലികളായ നക്ഷത്രജാതകർ രക്ഷപ്പെടാൻ പോകുന്ന സമയമാണ് കർക്കിടകം കഴിയുമ്പോൾ. ഇവരുടെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഇവർ എത്തിച്ചേരും. ദുഃഖങ്ങളൊക്കെ മറന്നേക്കൂ, ഇനി സന്തോഷിക്കാൻ തയ്യാറായിക്കൊള്ളൂ. ഇനി ഇവരുടെ ഭാഗ്യത്തിൻ്റെ സമയമാണ്. എല്ലാ ദുഃഖങ്ങളും ഒഴിഞ്ഞ് ഒരുപാട് ധനസമൃദ്ധി വന്നു ചേരുന്ന സമയം. സങ്കടങ്ങളൊക്കെ അവസാനിച്ച് ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് സമാധാനം കൈവരുന്ന സമയം. ഇവർ ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും ഇവർക്ക് അത്ഭുതങ്ങൾ സംഭവിക്കും. കർക്കിടകം ഒന്ന് കഴിഞ്ഞോട്ടെ, ഇനി ഭാഗ്യമാണ്, ഉയർച്ചയാണ്. 5 നാളുകാർക്ക് ഈ ഒരു സൗഭാഗ്യം വന്നു ചേരും. ഇവർ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ നടക്കുന്ന സമയം. കർക്കിടകം ഒന്ന് കഴിഞ്ഞോട്ടെ, ഇവർക്ക് ഭാഗ്യമാണ്. ഈ 5 നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒരുപാട് ദുഃഖ ദുരിതങ്ങൾ അനുഭവിച്ച സമയം തന്നെയാണ്. ക്ഷേത്രദർശനം നടത്തണം ഈ 5 നക്ഷത്ര ജാതകരും. പ്രത്യേകിച്ച് വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകളൊക്കെ നടത്തി പ്രാർത്ഥിക്കുക. യഥാശക്തി വഴിപാട് നടത്തിയാൽ മതി. കൂടിയ വഴിപാടുകൾ ഒന്നും നടത്തേണ്ട ഈ നക്ഷത്ര ജാതകർ യഥാശക്തി വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോവുക. ഇവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്നു. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ്. 5 നക്ഷത്ര ജാതകർക്കാണ് ഈ ഒരു സൗഭാഗ്യം വന്നു ചേരുന്നത്. നമ്മൾ കേട്ടിട്ടില്ലേ ശുക്രൻ അടിക്കുക എന്ന്? ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ശുക്രൻ്റെ അനുഗ്രഹമാണ് ഇവരെ നല്ല നിലയിൽ കൊണ്ടെത്തിക്കുന്നത്. ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറും. ഒരുപാട് ധനധാന്യ സമൃദ്ധി ഇവർക്ക് വന്നു ചേരും. ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും. കടങ്ങളൊക്കെ മാറും. ധാരാളം ധനം വന്നു ചേരും. വസ്തുവകകൾ വാങ്ങിക്കുവാൻ സാധിക്കും. ബിസിനസ്സിലൂടെയാണെങ്കിലും മറ്റല്ലാതെയും ഒരുപാട് നഷ്ടങ്ങളും കഷ്ടങ്ങളും സംഭവിച്ച ഈ നക്ഷത്ര ജാതകർക്ക് വലിയൊരു അനുഗ്രഹമാകുകയാണ് ഈ കർക്കിടകം കഴിയുമ്പോൾ ഇവർക്ക് ശുക്രൻ ഉദിക്കും. ഇവരുടെ ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇവർക്ക് നടക്കാൻ പോവുകയാണ്. മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. ഇവിടെ വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോകുക. ഈ ഭാഗ്യ നക്ഷത്ര ജാതകർ വിജയിക്കാനുള്ള അവസരമാണ് ഇവരുടെ മുന്നിൽ തുറക്കപ്പെടുന്നത്. ആ ഭാഗ്യശാലികളായ നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. എല്ലാ രീതിയിലും സമൃദ്ധിയാണ്, എല്ലാ രീതിയിലും സന്തോഷമാണ് ഇനി വന്നു ചേരുക. ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിൽ ഇവരെത്തും. ഒരു കടിഞ്ഞാണില്ലാത്ത കുതിരയെപ്പോലെ ധനത്തിനോടുള്ള ആകർഷണീയത കൊണ്ട് ഇവർ പായും. ഇവർ ചെയ്യുന്ന ജോലിയെല്ലാം ഇവർ നല്ല രീതിയിൽ വിജയത്തിൽ കൊണ്ടെത്തിക്കും. അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഈ ഭാഗ്യ നക്ഷത്ര ജാതകർ എത്തുന്നത്. അവർ മറ്റാരുമല്ല, ആദ്യത്തെ നക്ഷത്രം. എല്ലാ രീതിയിലും സൗഭാഗ്യങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന, ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിക്കുന്ന, അതീവ സമ്പൽ സമൃദ്ധിയിലെത്തുന്ന ആ ആദ്യത്തെ നക്ഷത്രം മകീരം നക്ഷത്രം തന്നെയാണ്. മകീരം നക്ഷത്ര ജാതകർക്ക് ഇനി ഭാഗ്യമാണ്. ശുക്രൻ്റെ ഗുണാനുഭവമാണ് ഇവരെ ഒരുപാട് നേട്ടത്തിലേക്ക് കൊണ്ടെത്തിക്കുക. മകീരം നക്ഷത്ര ജാതകർക്ക്, മിഥുനൻ രാശിയിലെ മകീരം നക്ഷത്ര ജാതകർക്ക് ശുക്രൻ 2ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ധനധാന്യ സമൃദ്ധിയാണ്. എവിടെ ചെന്ന് നോക്കിയാലും, ഏത് ജ്യോത്സ്യൻ്റെ ചെന്ന് നോക്കിയാലും അറിയാൻ കഴിയുന്ന കാര്യമാണ്. നിങ്ങൾ രക്ഷപ്പെടും. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വരുമാന മാർഗങ്ങൾ തെളിയും. നിങ്ങൾ ആഗ്രഹിച്ചത് എന്താണോ അതൊക്കെ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധ്യമാകുന്ന സമയം. ഇനി അഭിവൃദ്ധിയാണ്, ഇനി നേട്ടമാണ്. അതീവ സമ്പൽ സമൃദ്ധിയിലേക്കാണ് നിങ്ങൾ എത്തുന്നത്. ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. അടുത്ത നക്ഷത്രം തിരുവാതിരയാണ്. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുന്നത് തിരുവാതിര നക്ഷത്ര ജാതകർക്ക് ഭാഗ്യം തെളിയാൻ കാരണമാകും. അവിടെ പോകുക, ഭഗവാനോട് തൊഴുത് പ്രാർത്ഥിക്കുക. ദുഃഖങ്ങളൊക്കെ മാറുവാൻ നന്ദികേശനെയും പ്രാർത്ഥിക്കുക. ദുഃഖങ്ങളൊക്കെ മാറും, ദുരിതങ്ങളൊക്കെ മാറും. ജീവിതത്തിലെ കഷ്ടപ്പാടുകളൊക്കെ അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്ക് മിഥുനൻ രാശിയിലെ തിരുവാതിര നക്ഷത്ര ജാതകരും എത്തും, ഉറപ്പാണ്. ശുക്രൻ 2ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ഗുണാനുഭവങ്ങൾ ധാരാളം ഉണ്ടാകും. ധനം വർദ്ധിക്കും. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഈ ഭാഗ്യ നക്ഷത്ര ജാതകർക്ക് ഇനി സാധ്യമാകും. നേട്ടത്തിൻ്റെ സമയമാണ്.
ഉയർച്ചയുടെ സമയമാണ്. അതീവ സമ്പൽ സമൃദ്ധിയുടെ സമയമാണ്. ധാരാളം ധനം വന്നു ചേരുന്ന സമയമാണ്. ശ്രദ്ധിച്ച് കേൾക്കണം. ധാരാളം ധനം വന്നു ചേരുന്ന സമയമാണ്. ഭാഗ്യമാണ്, ഉയർച്ചയാണ്. അടുത്ത നക്ഷത്രം പുണർതമാണ്. ഒരു ജോലിക്കായി ശ്രമിക്കുന്ന പുണർതം നക്ഷത്ര ജാതകർക്ക് അത് നടക്കും. ഒരു കാറ് വാങ്ങാൻ കൊതിക്കുന്ന പുണർതം നക്ഷത്ര ജാതകർക്ക് അത് നടക്കും. ഒരു വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്ന പുണർതം നക്ഷത്ര ജാതകർക്ക് അത് സാധ്യമാകും. ശുക്രൻ 2ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ധനധാന്യ സമൃദ്ധിയാണ്. ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും നിങ്ങളെത്തും. നിങ്ങളുടെ ഉയർച്ചയുടെ സമയമാണ്. പറയുന്ന 5 നക്ഷത്ര ജാതകരിൽ 3ാം സ്ഥാനത്ത് നിൽക്കുന്നത് പുണർതം തന്നെയാണ്. ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും. ചില കഷ്ടനഷ്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ചില ദുഃഖങ്ങൾ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട്. ചില അപരാധങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അതൊക്കെ മറന്നേക്കൂ. ഇനി നിങ്ങൾക്ക് സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമയമാണ്. ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയമാണ്. അടുത്ത നക്ഷത്ര ജാതകർ ശുക്രൻ 5ാം ഭാവത്തിൽ നിൽക്കുന്ന മീനൻ രാശിയിലെ ഉത്രട്ടാതി നക്ഷത്രമാണ്. ധനപരമായി നിങ്ങൾ വളരെയേറെ ഉയർച്ചയുണ്ടാകുന്ന സമയം. നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയം. അമ്മ മഹാമായിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് ധാരാളമുണ്ട്. ദുർഗാ ഗായത്രി മന്ത്രം ചൊല്ലണം. അമ്മ മഹാമായിയുടെ അനുഗ്രഹമുള്ളതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും. ഉത്രട്ടാതി നക്ഷത്ര ജാതകർക്ക് ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ്. നിങ്ങളൊരു അമ്മ ഭക്തയാണ് എങ്കിൽ അമ്മേ ഭഗവതി എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കുക. തീർച്ചയായും നിങ്ങൾക്കിനി ഒരുപാട് ഉയർച്ചയുടെയും ഭാഗ്യത്തിൻ്റെയും സമയമാണ്. പ്രശ്നവിധിയാൽ നിങ്ങൾക്കുണ്ടാകുന്ന നേട്ടങ്ങൾ ആരെയും ആശ്ചര്യപ്പെടുത്തുന്ന രീതിയിലുള്ളതാണ്. ഒട്ടനവധി ഭാഗ്യങ്ങളാണ് നിങ്ങൾക്ക് വന്നു ചേരുക. അതിലേറ്റവും അധികം ശുഭകരമായിട്ടുള്ള ഫലങ്ങൾ തന്നെയാണ്. ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അടുത്ത നക്ഷത്രം രേവതിയാണ്. ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലെത്തുന്ന സമയം. ജീവിതത്തിലെ ഏറ്റവും പ്രധാനമേറിയ സമയങ്ങളാണ് സെപ്റ്റംബർ മാസം നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. കർക്കിടക മാസം ഒന്ന് കഴിഞ്ഞോട്ടെ, ചിങ്ങം ഒന്ന് പിറന്നോട്ടെ, നിങ്ങളുടെ സമ്പൽ സമൃദ്ധിയുടെ സമയമായിരിക്കും. ക്ഷേത്ര ദർശനം നടത്തണം. പ്രത്യേകിച്ച് വിഷ്ണു ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക രേവതി നക്ഷത്ര ജാതകർ. ദുഃഖങ്ങളൊക്കെ ഒഴിയും. നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നിങ്ങളുടെ ജോലി സ്ഥലത്തും. അതല്ല, നിങ്ങൾ വിദേശത്താണ് നിൽക്കുന്നതെങ്കിൽ അവിടെയും ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും. ഒരുപാട് സൗഭാഗ്യത്തിലേക്ക് നിങ്ങൾ പോകും. നിങ്ങൾ ആഗ്രഹിച്ച, നിങ്ങൾ കൊതിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടും. ഇനി അങ്ങനെ ഒരു വലിയ നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും പോകുന്ന സമയമാണ്. അത്ഭുതപ്പെടുത്തുന്ന ഭാഗ്യമായിരിക്കും നിങ്ങൾക്ക് വന്നു ചേരുക. ദുർഗാദേവി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തണം. അവിടെ വഴിപാടുകളൊക്കെ നടത്തണം. ഒരു വലിയ അത്ഭുതം നിങ്ങൾക്ക് നടക്കും. ആരും സഹായിക്കാനില്ലാത്ത ഇവരുടെ ജീവിതത്തിലേക്ക് ഒരു വലിയ നേട്ടം വന്നു ചേരും. ദേവീ ഭക്തരായ ഇവർക്ക് ആ വലിയ നേട്ടം കൊണ്ട് അവരുടെ ജീവിതത്തിൽ ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു നിറയുന്നതായി കാണുവാൻ സാധിക്കും. അമ്മ മഹാമായയ്ക്ക് നിങ്ങൾ ഒരു ചുവന്ന പൂക്കൾ സമർപ്പിച്ച് പ്രാർത്ഥന നടത്തുക. കർക്കിടകമൊന്ന് കഴിയുമ്പോൾ ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലെത്തുന്ന നക്ഷത്ര ജാതകരിൽ 5ാം സ്ഥാനത്താണ് രേവതി നക്ഷത്ര ജാതകർ. ഭാഗ്യമാണ്, ഉയർച്ചയാണ്, ഒത്തിരി നേട്ടമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.